യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്.എഫ്.ഐ പ്രവർത്തകനായ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ എസ്.എഫ്.ഐ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടത് നിരന്തര പരാതികളെ തുടർന്ന്. മുമ്പും സമാന പരാതികൾ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എസ്.എഫ്.ഐ ജില്ലാ കമ്മിറ്റിയാണ് നടപടിയെടുത്തത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനും എസ്.എഫ്.ഐ മർദ്ദനത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. എസ്.എഫ്.ഐ യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയൻ ഓഫീസിൽ വച്ച് മർദ്ദിച്ചെന്നാണ് ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ അനസിനെ അനുകൂലിച്ച് നിലപാടെടുത്തു എന്ന പേരിൽ സുഹൃത്തായ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഫയാസ് ഖാനെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വെച്ച് എസ്.എഫ്.ഐ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. ഇതാണ് CPM നേതൃത്വത്തെ ചൊടിപ്പിച്ചതും. എല്ലാ ക്യാമ്പസിനും സന്ദേശം നൽകാൻ കൂടിയാണ് തിരുവനന്തപുരത്തെ നടപടി. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എസ്.എഫ്.ഐ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു. വിഷയം കൂടുതൽ വിവാദമായതോടെയാണ് CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഇടപെട്ടത്. CPM നേതൃത്വം ഇടപെട്ടിട്ടും യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അക്രമ സംഭവങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. യൂണിറ്റ് കമ്മിറ്റിക്ക് പകരം പുതിയ അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. തുടർച്ചയായി പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്.എഫ്.ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. എസ്.എഫ്.ഐയുടെ ജില്ലയിലെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ്. CPMനെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ നിരവധി തവണ യൂണിവേഴ്സിറ്റി എസ്.എഫ്.ഐ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അന്നെല്ലാം CPM ജില്ലാ നേതൃത്വം കണ്ണടയ്ക്കുകയായിരുന്നു. അതിനിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച എസ്.എഫ്.ഐ നേതാക്കൾക്കെതിരായ അന്വേഷണത്തിൽ ഉഴപ്പുകയാണ് പോലീസ് എന്ന വാദവും ഉയർന്നിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടും അറസ്റ്റ് ചെയ്യാത്ത പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ കോടതി നിർത്തിവച്ചു. കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇത്. എന്നാൽ കോടതിയിൽ ഹർജി വരും മുമ്പ് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുമായിരുന്നു. അതിനിടെ കോളേജിലെ അച്ചടക്ക സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂണിറ്റ് സെക്രട്ടറിയും PG സുവോളജി 2ാം വർഷ വിദ്യാർത്ഥിയുമായ വിധു ഉദയ, പ്രസിഡന്റും ഫിലോസഫി 3ാം വർഷ വിദ്യാർത്ഥിയുമായ അമൽചന്ദ്, ഹിസ്റ്ററി 3ാം വർഷ വിദ്യാർത്ഥി മിഥുൻ, ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അലൻ ജമാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡിസംബർ 2 വൈകിട്ട് 5-നായിരുന്നു ആക്രമണം. പെരുങ്കുളം കോന്നിയൂർ ചക്കിപ്പാറ മുഴിയിൽ വീട്ടിൽ മുഹമ്മദ് അനസിനെയാണ് ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച സുഹൃത്ത് അഫ്സലിനെയും വളഞ്ഞിട്ട് തല്ലി. അനസിന്റെ സ്വാധീനക്കുറവുള്ള കാലിൽ ചവിട്ടിയും ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചും ക്രൂരമായി ആക്രമിച്ചു. കോളേജിലെ എസ്.എഫ്.ഐ നേതാക്കൾ പറയുന്നത് പോലെ സംഘടനാ പ്രവർത്തനം നടത്താത്തത് ചോദ്യം ചെയ്താണ് മർദ്ദനമെന്ന് അനസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു.